മൈ വെന്യൂ. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ജോർജറ്റും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ച് കോട്ടൺ കുർത്തീസ് കാണിച്ചു തരാം. മെയിൻലി അജ്രക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ അജ്രക്ക തന്നെ എപ്പോഴും വരുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലേ വരുള്ളൂ. എപ്പോഴും അജ്രക്കിന്റെ പ്രിന്റ് വരുമ്പോൾ പ്യുവർ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുമ്പോൾ കുറച്ച് ഇതിലേ നമ്മൾക്ക് വരുള്ളൂ. അപ്പോൾ അതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രിന്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നോട്ട് ചെയ്യുക, നമ്മളൊരു 15 to 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ വേറെ ഏതെങ്കിലും അജ്രക്കല്ല, ഇത് നല്ല കോട്ടൺ, നല്ല തിക്നെസ് ഉള്ള കോട്ടൺ ആണ്. ഇതിപ്പോൾ നമുക്ക് ഒരു ബോട്ടം ഒന്നും വേറെ ഇടേണ്ട ആവശ്യമില്ല. ഒരു ആംഗിൾ ലെങ്ത് എന്തെങ്കിലും ഒരു ഷോർട്ട്സ് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ഫ്രോക്ക് പോലെ ഈ സമ്മറിൽ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. എന്റെ സൈസ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ചെറിയൊരു പഫ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതിന് വരുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ മോട്ടീവ്. ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയൊരു പഫൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ അടുത്തത് ഇൻഡിഗോ ബ്ലൂ ആണ്. ഇൻഡിഗോ നമ്മൾ എപ്പോഴും ജസ്റ്റ് സെപ്പറേറ്റ് കളർ വാഷ് ചെയ്യണം കേട്ടോ, സെപ്പറേറ്റ് വാഷ് ചെയ്യണം. ഇതാണ് ഇൻഡിഗോയുടെ. ഇതും ബോട്ടനൊക്കെ വിത്ത് വി കട്ടിംഗ് ആണ് ഇതും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രിന്റ് വരുന്ന ഒരു ലോട്ടസിന്റെ ഡിസൈൻ ആണ്. അടുത്തത് ഇൻഡിഗോ കളറിൽ ഇതേപോലെ ഒരു മേലോട്ട് ഈ ഒരു ഡിസൈനും ബോട്ടനൊക്കെ വിത്ത് ഈ ഒരു വി കട്ടിംഗ് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഇതുപോലെ. ഓക്കെ, താഴോട്ട് ഇതേപോലെ ഒരു മെറൂൺ ഷെയ്ഡിലോട്ടും മുകളിലോട്ട് ഇതുപോലെ ഒരു ബ്ലൂ ആയിട്ട് ഇത് കൊടുത്തേക്കുന്നത്. അത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ട് മെറൂൺ ഷെയ്ഡും താഴോട്ട് ബ്ലൂവും ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇവിടെ ഇതേപോലെ യോക്ക് വെച്ചിട്ട് സ്ട്രെയിറ്റ് വി വെച്ച് താഴോട്ട് മെറൂൺ കളർ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട്. ഓക്കെ, ഇതേപോലെ മേലെ ഒരു റെഡ് കൊടുത്തിട്ട് താഴോട്ട് ബ്ലൂ കൊടുത്ത് ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ. ഓക്കെ, ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. താഴോട്ട് നമ്മളൊരു ചെറിയ ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ ഒരു ബ്ലാക്കിന്റെ തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ. ഓക്കെ, വരുന്ന അജ്രക്കിന്റെ ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഈ ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവട്ടെ, കാരണം എല്ലാ പ്രിന്റിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതില് ഇത് വി കോളർ വിത്ത് നമ്മൾ സ്ലിപ്പ് പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ ഈ ഒരു കോളർ പാറ്റേൺ വെച്ചിട്ട് ഇതേപോലെ ബോർഡർ എല്ലാം വെച്ചിട്ട് ഈ ഒരു പ്രിന്റ്. ഇതിന്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ബ്ലാക്കും മെറൂണും അവൈലബിൾ ആണ്. ആ ഒരു മെറൂൺ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്, അത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷർട്ട് കോളർ വിത്ത് ഈ ഒരു പാറ്റേണിലേക്ക് ചെയ്യാം. ഇതേപോലെ കണ്ടോ, അത് ഇപ്പൊ ഫ്രോക്ക് പോലെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എങ്ങനെ ഇത് ഇങ്ങനെ വരും. ഇതാ ഇതിന്റെ പ്രിന്റ് നല്ല ഭംഗിയാട്ടോ. മെറൂൺ ഇത് നല്ല തിക്നെസ് ഉള്ള അജ്രക്കാണ് കേട്ടോ. ചിലതിന് അത്ര തിക്നെസ് ഉണ്ടാവില്ല. ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ ഇതാണ് ഇതുപോലെ. ഇത് അപ്പൊ നമുക്ക് ഇതും വേണമെങ്കിൽ ബ്ലാക്ക് ബോർഡർ വെച്ചിട്ട് ഷർട്ട് കോളറോ വി കോളറോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നത്. അടുത്തത് ഈ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ, ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ചെറിയ പ്രിന്റിലെ ഡിഫറൻസ് ഉണ്ടാവും. ഇതിന്റെ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ ഇതിന്റെ യെല്ലോ വലിയ ഡിസൈൻ ഉള്ളതും ഉണ്ടാവും. കേട്ട് കണ്ടോ, ഇതുപോലെ വരും. ഇതാ ഇതുപോലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് വി കോളർ സ്ലിറ്റ് ചെയ്യണേ ചെയ്യാം, എ ലൈൻ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ഇതിന്റെ ഈ ഒരു ലീഫിന്റെ മോട്ടീഫാണ് ഇതിൽ വരുന്നത്. കണ്ടോ, ഈ ഒരു ലീഫ് പാറ്റേണിൽ വരുന്നത്. ഷെയ്ഡിലോട്ട് ആ സെയിം തന്നെ ബ്ലൂ വരുന്നുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ഈ നെക്ക് പാറ്റേൺ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഒരു പാറ്റേൺ ലീഫിന്റെ ആണോ, ഞാൻ അതിന്റെ തന്നെ യെല്ലോ കാണിച്ചായിരുന്നു, അടിപൊളിയായിട്ടോ. അത് ഇതേപോലെ തന്നെ നമുക്ക് നെക്ക് പാറ്റേണിൽ ഇതേപോലെ തന്നെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഡോട്ട്സ് വരുന്ന ഈ ഒരു ബർഗണ്ടി ടോണിലോട്ട് ഇതുപോലെ എ ലൈൻ പാറ്റേണിലോട്ട് നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇനി ഇതിന്റെ സിമിലർ ബർഗണ്ടി ടോൺ വരുന്ന ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ലുക്ക് ഈ ഒരു നെക്ക് പാറ്റേൺ ഇതേപോലെ എല്ലാം വെച്ചിട്ട് ഇതുപോലെ. ഞാൻ ഇതിന്റെ തന്നെ മറ്റേ പ്രിന്റ് കാണിച്ചു തന്നെ ഇതേ സെയിം പോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ മോട്ടീഫ് തന്നെ വരുന്ന ഇതാ ഈ ഒരു ഷെയ്ഡ് കണ്ടോ, നല്ല രസമാട്ടോ. ഇതൊക്കെ ചെയ്തിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. ഏകദേശം ആ ഒരു കളറിന് മാച്ചായിട്ട് വരും. ചെറിയായിട്ട് വേണമെങ്കിൽ മെറൂൺ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഇതാ, അതല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഞാനിപ്പം ഈ വേറെ ഇതേക്കണ പാറ്റേണിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെയിം പാറ്റേൺ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഷെയർ ചെയ്ത് തരാം. ഈ അജ്രക്കിന്റെ ഈ ഒരു ലൈൻസ് വരുന്ന എ ലൈൻ പാറ്റേണിലോട്ട് ഈ ഒരു പാറ്റേൺ കണ്ടോ, ഇത് എ ലൈൻ ആണ്. സമ്മറിൽ ഞാൻ പറഞ്ഞാല് മാക്സിമം നമുക്ക് സ്പീഡിൽ തന്നെ ചെയ്യാൻ നോക്കാം. ജാംദാനി സ്കാലപ്പ് ആയിട്ടുള്ള നെക്ക് വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഒന്ന് വേറെ ഏതെങ്കിലും കളർ പാരറ്റ് ഗ്രീൻ കളറിലോട്ട് റെഡ് മോട്ടീഫ് വന്നിട്ട് സ്കാലപ്പ് നെക്കൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് ലിമിറ്റഡേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളൊരു 15 to 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. മാക്സിമം 15 അത്ര എടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.